നമ്മൾ നാടൻ സ്റ്റൈലിൽ ഒരു മോര് കൂട്ടാനാണ് വെക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഞാനിന്ന് ഇതിന് കഷ്ണം ചേർക്കുന്ന പഴമാണ്. പഴം ചേർത്ത് ഞാൻ മോര് കറി വെക്കും. നല്ല ടേസ്റ്റാണ്. നമ്മുടെ പാളയംതോടൻ പഴമാണ്. ഒരു പഴം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്ത് നമ്മൾ പാത്രത്തിലോട്ട് ഇടുവാണ്. ഒരു പഴം മതി. ആൾക്കാരൊക്കെ കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഞങ്ങളൊരു 3 പേരാണ്. 3 പേർക്കുള്ള കറിയാണ് കാണിക്കുന്നത്. ചെറിയ പച്ചമുളകാണ് ഒരു 4 എണ്ണം കീറിയത് വെച്ചിട്ടുണ്ട്. കുറച്ച് കരിയാപ്പില ഇടുന്നുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി. പിന്നെ തേങ്ങയുടെ കൂടെ അരയ്ക്കാൻ ഒരു വെളുത്തുള്ളി ഒരു 4 കഷ്ണം വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട്. അത് അരയ്ക്കുമ്പോൾ ഞാൻ കാണിക്കാം. നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും. ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. പഴമല്ലേ, പെട്ടെന്ന് വേകും. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓണാക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതൊക്കെ നമ്മുടെ കളറിനനുസരിച്ച് നമ്മൾ ഇട്ടാൽ മതി. ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ചുകൊണ്ട് വരാം. ചെറിയ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് മോര് കറിക്ക്. ഞാൻ ഇതിലോട്ട് 1 സ്പൂൺ ജീരകം ഇടുന്നുണ്ട്. നല്ല ജീരകം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നു. അപ്പം നമുക്കൊന്ന് നൈസായിട്ട് അരച്ചുകൊണ്ട് വരാം. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ പഴമൊക്കെ വെന്തിട്ടുണ്ട്. പഴം പെട്ടെന്ന് വേകുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സി കഴുകി ഒഴിക്കാവുന്നതാണ്. അരപ്പൊന്ന് വേകണം. പച്ച സ്മെല്ലൊക്കെ മാറണം നമുക്ക്. നല്ല തിളയ്ക്കണം. സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുവാണ്. നല്ലോണം തിളച്ച് വരട്ടെ. ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഇടുവാണ്. കുറച്ച് ഒരു 1/4 സ്പൂണ് നമുക്ക് കായപ്പൊടി ചേർക്കുവാണ്. പഴത്തിന് മധുരം ഉള്ളതാണ്. എന്നാലും ഞാനൊരു 1/2 സ്പൂണ് പഞ്ചസാര ചേർക്കുവാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇച്ചിരി എരിവും പുളി മധുരവും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണം. ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടണം. അപ്പോഴാണ് ആ ടേസ്റ്റ് നന്നായിട്ട് വരും. നമുക്ക് നല്ലോണം തേങ്ങയൊന്ന് വേവട്ടെ. നമുക്ക് മൂടി വെച്ച് കൊടുക്കുവാണ്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ മോരൊഴിച്ച് തിളയ്ക്കാൻ വിടരുത്. നമുക്ക് ഈ സമയത്ത് മോര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മോരടിച്ചുകൊണ്ട് വന്നതാണ്. ഒരു ഫുൾ 1/2 ലിറ്റർ മോര് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. കായ്പ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. മോര് നല്ല കട്ടിക്ക് വേണം. നമ്മുടെ വീട്ടിലെ ആളനുസരിച്ച് നമുക്ക് മോര് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. തേങ്ങായും അതേ കൂട്ട് തന്നെ. നമുക്ക് കടുക് വറുക്കാവുന്നതാണ്. ഇനി നമുക്ക് കടുക് വറുക്കാവുന്നതാണ്. നമുക്ക് ഈ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ മതി. എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു ഉണങ്ങിയ മുളക് അതിട്ട് കൊടുക്കുക. കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കുക.
നല്ലോണം മൂത്തിട്ട് നമുക്ക് തോരനകത്തോട്ട് എടുത്ത് ഒഴിക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരണം. നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. കുറച്ച് മുളക് പൊടി ഇടുവാണ്. മുളക് പൊടി ഇട്ട് നമുക്ക് ഇറക്കാം. നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് ഒഴിക്കാവുന്നതാണ്. നമ്മുടെ മോരുകൂട്ട റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മോരുകൂട്ടാൻ നോക്കുന്നുണ്ട്. നമുക്ക് ഉച്ചയൂണിനാണ് ഇത് റെഡിയാക്കിയത്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം, കമൻറ്റ് പറയണം.